തിരികെ എത്താം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചു. അല്പം മുമ്പാണ്, കുറേ നേരമായി അത് പ്രഖ്യാപിച്ചിട്ട്. അതിനുശേഷം ബാക്കിയുള്ള വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ ഭാഗങ്ങൾ കാണാം. VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടല്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത്? ഞാനതാ പറഞ്ഞത്, അൻവർ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോൾ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കേൾക്ക് നീല ചോദിച്ചു. അത് മനസ്സിലാവണമല്ലോ, ചോദിച്ചാൽ മനസ്സിലാവണം. ചോദിച്ചാളെ ഉന്നവൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ്. ഏറ്റവും അവസാനം വേറൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു, അപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്യില്ലല്ലോ, കാരണം പോയല്ലോ. അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കണ്ട. അതാണ് നിങ്ങൾ ഉന്നതം. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിലമ്പൂർ നിയോജകമണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്ക് വീക്ഷണവും രീതിയും ഒക്കെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂർ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന, രക്തസാക്ഷിയാവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ നിലമ്പൂർ. ആ നിലമ്പൂരിലെ അധ്വാനിക്കുന്നൊരു വർഗ്ഗമുണ്ട്, വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂർ. മലപ്പുറത്തെ തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം. നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തി പരിചയമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ UDFൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻവറും കൂടി വന്നപ്പോൾ ആയിരുന്നു മാത്രമേ ഉള്ളൂ. അത്രേ കാണിച്ചുള്ളൂ. ഞങ്ങൾ UDF ആയിട്ടാണ് മത്സരം. അതിനെന്താ വേറെ തർക്കമുള്ളത്? അവിടെ വേറെ പ്രധാനപ്പെട്ട വേറൊരു മുന്നണിയില്ല. ഉള്ളത് LDFും UDFും തന്നെയാണ്. UDF അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തോ. അവിടെ ആര് മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും, ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, അതിൻ്റെ ഒപ്പം ചേർന്ന UDFൻ്റെ വിഭാഗം എല്ലാം ചേർന്നൊരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല. അതാണ് കാര്യം. അതെ, രാഷ്ട്രീയം തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്ത് പറയാനില്ല. രാഷ്ട്രീയം അല്ലാണ്ട് വേറെ എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? കേരള വിരുദ്ധ നിലപാടാണല്ലോ UDFും BJPയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും അവരതില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം? വേറെ ഏത് സമര? അവർ നടത്തിയ എല്ലാ സമരത്തിലും പരിശോധിച്ച് നോക്കി എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം നടത്തിയിട്ടുള്ളത്. വേറൊരു സമരം അവർ നടത്തിയിട്ടില്ലല്ലോ. ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം UDF നടത്തിയോ? BJP നടത്തിയോ? ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പോരാട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ നടത്തിയത്. അതല്ലേ കേരളത്തിൻ്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത്, ഗവർണർമാരുടെ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട്. കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വിഹിതം അത് തരാതിരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രസ്ഥാനം ഉണ്ടായി രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ? ഏതെങ്കിലും UDFകാരൻ വേണ്ടിയിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അവഗണിക്കുകയാണ്, സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് പറഞ്ഞിട്ട് വല്ലതുണ്ടോ? വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിഫ്ബിക്കെതിരായിട്ട് അല്ലേ നിങ്ങളുടെ സമരം, UDFൻ്റെ സമരം, BJPയുടെ സമരം? ആ കിഫ്ബിയല്ലേ 90,000 കോടി ചിലവാക്കിയിട്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിന് മുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി